റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 86ാമത്തെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു ടേബിൾ വരച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ക്രിയേഷനിൽ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ മേൽഭാഗത്തായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് വേണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു ബുക്കോ എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ടേബിളിൽ തന്നെ എഡിറ്റ് കൊടുത്തുകൊണ്ട് പുതിയൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതല്ല പുതിയൊരു ഫാമിലി ഇപ്പം കമ്പോണൻറ്റിൽ പോയതിനു ശേഷം ഇവിടെ മോഡേൺ പ്ലേസ് കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയൊരു ഫാമിലി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫാമിലിയെ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എഡിറ്റ് ഇൻ പ്ലേസ് എന്നുള്ളത് കൊടുത്തുകൊണ്ടാണ് ഒരു ഫാമിലി കൂടെ ഇതിൻ്റെ ഈ ടേബിളിൻ്റെ മേലിൽ ടോപ്പിലായിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇരിക്കുന്നത് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെവൽ 2ലേക്ക് പോവുകയാണ്. ലെവൽ 2ലേക്ക് പോയതിനു ശേഷം ഞാൻ ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ എഡിറ്റിംഗ് പ്ലേസ് കൊടുക്കും. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ റെഫറൻസ് പ്ലെയിൻ കൊടുക്കുക. അതിനുശേഷം റെഫറൻസ് ലൈൻ കാണിച്ചു കൊടുക്കണം. റെഫറൻസ് ലൈൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ ഒരു ടേബിളിൽ ഇതുപോലെയാണ് ഒരു റെഫറൻസ് ലൈൻ കൊടുക്കുന്നത്. കാരണം എന്താണ്, എനിക്ക് ടേബിളിൻ്റെ ടോപ്പിലായിട്ടാണ് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എപ്പോഴും റെഫറൻസ് ലൈൻ കൊടുക്കേണ്ടത് ഈ ടോപ്പ് ഭാഗത്തു നിന്നായിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു ടേബിളിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ആ ഒരു എലമെൻറ്റ് ഞാൻ വരയ്ക്കാൻ പോണ പുതിയൊരു എലമെൻറ്റ് വരേണ്ടത്. ചെറിയ സൈഡിലേക്ക് മാറ്റി വരച്ച് കഴിഞ്ഞാൽ ആ സൈഡിന് കണക്കാക്കിയിട്ടായിരിക്കും. ഓക്കെ, ആ ഒരു നമ്മളെന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് വരുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ എനിക്ക് ഈ ഒരു ടേബിളിൻ്റെ ഈ ഒരു സൈഡിലാണ് ഞാൻ വരയ്ക്കാൻ പോണ ഫാമിലി വരേണ്ടതെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ടുള്ള റെഫറൻസ് ലൈൻ വേണം ഇവിടെ വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ഇത് അല്പം ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എനിക്ക് ഈ ഒരു ലൈനിൽ എവിടെ വേണമെങ്കിലും ഇപ്പം ഞാൻ വരയ്ക്കാൻ പോണ ഫാമിലി ഇപ്പോൾ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് കൊടുക്കും. ഈ റെഫറൻസ് ലൈൻ ഇവിടെ വരച്ചതിന് ശേഷം ഞാനിവിടെ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ എക്സ്ട്രൂഷൻ വീണ്ടും എടുക്കണം. ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണോ അത് തന്നെയാണ്. അതിനുശേഷം ഇവിടെ സെറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ പിക്ക് പ്ലെയിൻ കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എടുത്തതിന് ശേഷം ഇവിടെ ആ ഒരു റെഫറൻസ് ലൈൻ ഞാൻ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അത് കാണിച്ചു കൊടുത്തു. ഇത്രയും വ്യൂ കൂടെ, അതായത് സെക്ഷൻ 1, 2 അതുപോലെ തന്നെ സൗത്ത് സൈഡ്, നോർത്ത് സൈഡ്, ഇത്രയും സൈഡിൽ കൂടെ എനിക്ക് ഈ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വരയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ സെക്ഷൻ 2 കൊടുത്തു. അതിനുശേഷം ഓപ്പൺ വ്യൂ കൊടുത്തു. അതിനുശേഷം എനിക്കിവിടെ സ്കെച്ച് ചെയ്യാനുള്ള ടൂളെല്ലാം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലൈൻ എടുത്തതിന് ശേഷം എനിക്ക് ഈ ടേബിളിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് വേണ്ടതെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സെൻട്രൽ പോർഷനിൽ നിന്നിട്ട് ഡ്രോയിങ് ഇവിടെ ചെയ്യുകയാണ്. ഓക്കെ, ഇതുപോലൊരു ഡ്രോയിങ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തു. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലെവൽ 2ലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു ടേബിളിൻ്റെ സെൻട്രൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എവിടെയാണ് വന്നത്, ഈ ഒരു റെഫറൻസ് ലൈനുള്ളൂ. ഈ റെഫറൻസ് ലൈന് കണക്കാക്കിയിട്ടാണ് ഇവിടെ ഈ ഒരു പുതിയൊരു ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് വന്നത്. ഇനിയിപ്പം ഈ ഒരു റെഫറൻസ് ലൈനിന് സെൻറ്ററായിട്ട് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത ഫാമിലി വരണമെങ്കിൽ ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ടിങ് എൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു 2 വാല്യൂ ഉണ്ട്. ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു മൈനസ് വാല്യൂ ഒരു 125 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എൻഡിങ്ങിൽ ഇതുപോലെ ഒരു 125 കൊടുക്കുകയാണ്. ഓക്കെ, പ്ലസ് മൈനസ് വാല്യൂ, അതായത് താഴേക്ക് വരുന്നത് മൈനസും മേളിലോട്ടുള്ള പ്ലസ് വാല്യൂ ആണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോണ്ട ഞാൻ വരച്ച ആ ഒരു ഫാമിലി കറക്റ്റായിട്ട് ആ ഒരു റെഫറൻസ് ലൈനിന് സെൻറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം 3D വ്യൂയിലേക്ക് ഞാനിത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ 3D വ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഫാമിലി ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഫാമിലിക്കുള്ളിൽ ഒരു ഓപ്പണിംഗ് കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്യണം. ഞാനിപ്പം ലെവൽ 2ലേക്ക് പോയിട്ട് ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഡിറ്റിംഗ് പ്ലേസ് കൊടുക്കുക. അതിനുശേഷം ഏത് ഫാമിലിയാണ് ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ടേബിളും വരച്ചിട്ടുണ്ട്. ആ ടേബിളിൻ്റെ മേളിലായിട്ടൊരു മറ്റൊരു ഫാമിലി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് ഫാമിലിയാണോ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫാമിലി സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ഒരു ഫാമിലി സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എഡിറ്റിംഗ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കണം. അടുത്തതിന് ശേഷം ഇവിടെ ഏത് വ്യൂ കൂടിയാണ് കാണേണ്ടതെന്ന് ചോദിക്കും. ഞാൻ സെക്ഷൻ 2 കൊടുത്തു, ഓപ്പൺ വ്യൂ കൊടുത്തു. ഓക്കെ, ഓപ്പൺ വ്യൂ കൊടുത്തതിന് ശേഷം എനിക്കിവിടെ ഇതിൻ്റെ സ്കെയിൽ ഒന്ന് ചേഞ്ച് കൊടുക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു തിക്നെസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങോട്ട് വന്ന ശേഷം ഇവിടെ 1:100 ഇപ്പോൾ കിടക്കുന്നത്. ഞാനൊരു 1:15 കൊടുക്കുകയാണ്. ഓക്കെ, കുറച്ചുകൂടെ കുറയ്ക്കാം. ഓക്കെ, 1:10 കൊടുത്തു. ഓക്കെ, ഈ രീതിയിൽ സ്കെയിൽ ചേഞ്ച് ചെയ്തു. അതിനുശേഷം എനിക്ക് ഇതിനുള്ളിൽ ഒരു കട്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓഫ്സെറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഓഫ്സെറ്റ് എടുത്തതിന് ശേഷം ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. ഒരു
ഒരു 10 mm തിക്നെസ്സിൽ എനിക്കൊരു കട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, 10 mm അല്ല 20 കൊടുക്കാം. ഓക്കെ, 20 mm തിക്നെസ്സിൽ എനിക്ക് ഇതുപോലൊരു കട്ട് ക്രിയേറ്റ് ആവണം. ഓക്കെ, അപ്പോൾ അതുപോലെ കൊടുക്കുകയാണ്. ഇതിനൊക്കെ ഓഫ്സെറ്റ് കൊടുക്കുക. അതിനുശേഷം ട്രിം ചെയ്യേണ്ടെന്തെങ്കിലും ട്രിം ചെയ്ത് മാറ്റുക. ഓക്കെ, ഇതിനൊക്കെ എല്ലാ ജോയിൻറ്റും ഒക്കെ ഇന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ആവും. അതിനുശേഷം ഞാൻ ഇവിടെ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാവും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു ഓപ്പണിംഗ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാം, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫാമിലിക്ക് ഉള്ളിൽ വേറൊരു ഫാമിലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ നോക്കിയാൽ. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫാമിലിയിൽ എങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുക്കാം, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്.